വെള്ളിയാഴ്ച ദിവസം ബാപ്പാന്റെ ഖബറിന്റെ അരികിൽ പോകണം എന്ന് ഹദീസിൽ പറഞ്ഞു. ഉമ്മയുടെ ഖബറിന്റെ അരികിൽ വെള്ളിയാഴ്ച ദിവസം പോകണം ഹദീസിൽ പറഞ്ഞു. അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്താൽ അല്ലാഹു തആല ഈ മകന് പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല ഉമ്മയുടെയും ബാപ്പയുടെയും മരണത്തിന് ശേഷം ഇവൻ ഓരോ വെള്ളിയാഴ്ച മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ആ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളോട് ഇവൻ ഗുണം ചെയ്തവനായി, കാന ബാറം ബിവാലിദൈഹി, ആ മാതാപിതാക്കളോട് ഇവൻ ഗുണം ചെയ്തവനായി എന്ന് ഹദീസിൽ കാണാം. മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ കാന കഹജ്ജത്തിൻ, അതൊരു ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് കേട്ടോ. ഒരു ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ, ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ ഒരു ഹജ്ജ് ചെയ്തതിന് തുല്യമാണെന്ന് പോലും മഹാന്മാര് പഠിപ്പിച്ചു. എന്താ കാരണം? അത് മാതാപിതാക്കളുടെ ഖബർ സിയാറത്താണ്. ആ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം. ജീവിതകാലത്ത് ഏതെങ്കിലും ഉമ്മാന്റെയും ബാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു മകൻ എങ്കിൽ അവരുടെ മരണത്തിന് ശേഷം ഇതെങ്ങനെയാ ഇപ്പൊ ചെയ്യാം? ജീവിതകാലത്ത് അങ്ങനെയാണല്ലോ. ഉമ്മ ഹയാത്തിലുണ്ടാകുമ്പോൾ ഉമ്മാന്റെ മഹത്വം മനസ്സിലാകില്ല. ബാപ്പ ഹയാത്തിലിരിക്കുമ്പോൾ ബാപ്പാന്റെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കണമെന്നില്ല. അത് ഏതൊരു നിഅമത്തും അങ്ങനെയാണ്. ഏതൊരു നിഅമത്തിന്റെയും മഹത്വം അപ്പ തിരിയില്ല, അപ്പ മനസ്സിലാകൂല. ആ നിഅമത്ത് ഇല്ലാണ്ടായതിനു ശേഷമാണ് ആ നിഅമത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ മാതാപിതാക്കളുടെ ജീവിതകാലത്ത് ചിലപ്പോൾ മക്കള് കാരണം അവർ കരഞ്ഞിട്ടുണ്ടാകും, അവരെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും. ആ ഉമ്മയുടെ മരണത്തിന് ശേഷം, ബാപ്പയുടെ മരണത്തിന് ശേഷം അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുന്ന ഒരു രൂപമുണ്ട്. അത് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ ഉമ്മാക്ക് വേണ്ടി നീ റബ്ബിനോട് ദുആ ചെയ്യണം. അതേ ജീവിതകാലത്ത് ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചവനാണോ, ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചവനാണോ, ആ മാതാപിതാക്കളെ പൊരുത്തപ്പെടിപ്പിക്കാനുള്ളൊരു നല്ല വഴിയാണ് അവരുടെ മരണത്തിന് ശേഷം അവർക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ. ഫയക്തുബുഹുല്ലാഹു മിനൽ ബാരീൻ. അങ്ങനെ ചെയ്ത മക്കളെ അല്ലാഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ ലിസ്റ്റിൽ പെടുത്തും കേട്ടോ.